കഷണ്ടി പേട്ടത്തലയൻ വിളികൾ ഇനി വേണ്ട. പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ മുതൽ ഗായകനായ വിജയ് മാധവിന് തലയിൽ മുടിയില്ല. കഷണ്ടിയുള്ള തല മറക്കണമെന്നോ ഒളിപ്പിച്ച് വെക്കണമെന്നോ വിജയ്ക്കും തോന്നിയിട്ടില്ല. ഇപ്പോഴിതാ ഏറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷം താൻ ഒരു സാഹസത്തിന് മുതിരുന്നുവെന്ന് പറയുകയാണ് വിജയ് മാധവ്. താരം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയമായതിന്റെ വിശദ വിവരങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. മൊട്ടത്തലയ, കഷണ്ടി, പേട്ടത്തലയ വിളികൾക്ക് അവസാനമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് വീഡിയോ ആരംഭിച്ചത്. കുറെ നാളുകളായുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് തുടക്കമിടാൻ പോകുകയാണ്. കുറെ കാലമായി എല്ലാ വീഡിയോയ്ക്കും താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതിരിക്കുന്നതിനെ പറ്റി. മാഷിന് പക്ഷേ താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോഴും 50% താല്പര്യം മാത്രമേ മാഷിനുള്ളൂ. പരീക്ഷിച്ച് നോക്കാമെന്ന രീതിയിലാണ് പോകുന്നതെന്നും ഭാര്യയും നടിയുമായ ദേവിക പറയുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടിക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇന്നാണ് സർജറി. ആദ്യമായാണ് ഞാൻ ഒരു സർജറിക്ക് പോകുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സർജറിക്ക് ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് മുടി വന്നാൽ ലോകത്ത് എല്ലാവർക്കും മുടി വരും. സർജറിയെക്കുറിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മുടി വന്നു തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റിനായി വിജയ് ഇറങ്ങിയത്. രാവിലെ തുടങ്ങിയ സർജറിയും മറ്റ് ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച് രാത്രി 1 മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലെത്തിയത്. രാത്രി 1 മണി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആത്മജയ്ക്ക് ഇനി എന്നെ കണ്ടാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. 12 കൊല്ലം മുമ്പ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഞാൻ പ്ലാനിട്ടിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ച് തീരുമാനം മാറ്റി. പിന്നീട് ഒരുപാട് പേർ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. മുടിയില്ലാത്തത് അത്ര വലിയൊരു കുഴപ്പമായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതിൽ ബോധേടുമായിരുന്നില്ല. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ മുതിർന്നുവെന്ന് ചോദിച്ചാൽ, എന്റെ സുഹൃത്തും ഗായകനുമായ അരുൺ ഗോപൻ ചെയ്തത് ഞാൻ കണ്ടു. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതായി ഞാൻ കണ്ടു. അവരുടെയെല്ലാം വിജയകരമായ സർജറികളായിരുന്നു. പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അത് വളരെ കൺവിൻസിംഗ് ആയിരുന്നു. ഈ വിഷയത്തിൽ ടോപ്പ് സൂപ്പർ സ്റ്റാർ ആയ ഡോക്ടറാണ് എന്റെ സർജറി ചെയ്തത്. ജീവിതത്തിൽ ഇന്നേ വരെ സർജറി ഞാൻ ചെയ്തിട്ടില്ല. വലിയ സർജറി ഒന്നുമല്ല. പക്ഷേ എന്നിട്ടും ചെറിയ പേടിയുണ്ടായിരുന്നു. രസനീയമായ തരത്തിൽ മറുപടികൾ കിട്ടിയപ്പോഴാണ് സർജറിക്ക് ഞാൻ വിധേയനായത്. എല്ലാവരുടെയും റിസൾട്ട് ഒരുപോലെയാവില്ല. 3-4 മാസം കഴിയും റിസൾട്ട് വരാൻ. പട്ടത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് എന്റേത് ഞാൻ ചെയ്തത്. രാവിലെ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പഴയ ലുക്കിലേക്ക് പോകുമോ എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. 10 ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിജയ് പറഞ്ഞു. എന്നാൽ പതിവ് പോലെ അച്ഛന്റെ പെട്ടെന്നുള്ള രൂപമാറ്റം കണ്ട് ആത്മജ കരയുകയാണ് ഇപ്പോൾ.